വാടക വീടാണ് ലോകം, ജീവിതമോ വെറും കുമിള. വാടക വീടാണ് ലോകം, ജീവിതമോ വെറും കുമിള. ക്രോധത്തിൽ നിന്നു പോന്നൊരു ജീവിതം ക്രോധത്തിലേക്ക് മടങ്ങൂ മനുഷ്യ. നിത്യസത്യം വാടക വീടാണ് ലോകം, ജീവിതമോ വെറും കുമിള. ജീവിതകാലത്തിൽ നേടിയ നന്മകളെ കൂടെ വരൂ നീ അന്ത്യദിനം. ജീവിതകാലത്തിൽ നേടിയ നന്മകളെ കൂടെ വരൂ നീ അന്ത്യദിനം. ദൈവം വരുന്നെന്ന നമ്മുടെ ഭവനത്തിൽ, എന്നാൽ നമ്മളോ വീട്ടിലില്ല. ദൈവം വരുന്നെന്ന നമ്മുടെ ഭവനത്തിൽ, എന്നാൽ നമ്മളോ
തമ്പുഴുവി പടകിട സാഗരമേ തുടിനയ സാഗരമേ താരീതം പാടുകയാൽ വീരമാ കാരികയാൽ ശാരികയാൽ പ്രാരീതം പാടുകയാണീലും രാമരജ ഗാനകയം മണ്ഡലുവി തമ്പുരുവി പടകിട സാഗരമേ സുദിനയ സാഗരമേ ആനന്യ താണ്ടും തേരി ഹൃദയം തേങ്ങി ആനന്യ താണ്ടും തേരി ഹൃദയം തേങ്ങി വതീരങ്ങളിൽ ഏതോ ഉണർന്നോ നീണ്ടും രാമരജ ഗാനകയം മണ്ഡലുവി തമ്പുരുവി പടകിട സാഗരമേ താമണ പൂരവിടാപ്രഭ വന്നിട വന്നിടം മുഖങ്ങിട മടക്കിട മണ്ട് മടക്കിട വ്യക്തിയെ തീരുമീഴി മാനമീഴി പാടുകയാ ഇവ തണ്ട തൂണ തൂണ ഇന്ന തണയാ മണ്ട മണ്ട നിന്നെ എന്ന് തേട സാമധാന രാമ ശ്രീരാമ രാമ ആദ്യമായി നമുക്ക് ഒരു കുഞ്ഞു കരയുന്നത് എങ്ങനെയാണെന്ന് കേൾക്കാം. അടുത്തതായിട്ട് ഒരു കോഴി കരയുന്നത്. അടുത്തതായിട്ട് ഒരു പൂച്ച കരയുന്നത്. ഒരു ഓട്ടോറിക്ഷ കയറ്റം കയറി പോകുന്നത്. അടുത്തതായിട്ട് ഒരു ട്രെയിൻ പുല്ലൂരിൽ നിന്നും ഇടമണിലേക്ക് അല്ലെങ്കിൽ കൊല്ലത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. പശു കരയുന്നത്. പട്ടി. ഞാൻ നമ്മളെ മണൽ പറഞ്ഞാലും ആലോചിക്കുക. അതാലോചിക്കുന്നത് ഞാൻ ഉറങ്ങിയതേ ഇല്ല. അത് തന്നെ നടത്തുമ്പോ മണീനേക്കാ അറിഞ്ഞൂടാ. നടന്ന വലിയൊരു സംഭവമായിരിക്കും. കാലം പോകുന്നൊരു പോക്കെ. എനിക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. 25-ാം വയസ്സ് തൊട്ട് ആഗ്രഹിച്ചിരുന്നതാ കല്യാണം കഴിക്കണമെന്ന്. കഴിഞ്ഞത് 45-ാം വയസ്സിന് കല്യാണമേ കഴിക്കാനില്ലായിരുന്നു. ഒരു കുഞ്ഞിനെ വേണ്ടി എത്ര നാൾ കാത്തിരുന്ന് കിട്ടിയതോ 55-ാം വയസ്സിലും. എന്നാലും നമുക്ക് നന്നേടെ ആൺകുഞ്ഞിനെ തന്നെ ദൈവം കണ്ണിനെ മണീനേക്കാ. ഇപ്പൊ നമ്മൾ അവന്റെ വയസ്സുമായി. എന്റെ മോനെ കുറ്റം പറയണ്ട. അവനെന്ന് അമ്മയുടെ പോയി കല്യാണം കഴിച്ചോണ്ട് വരുമെന്ന് നമ്മൾ അറിഞ്ഞോ? അവനെ ഇവിടെ കൊണ്ടുവരുമ്പോ വയസ്സനായ നമ്മളുണ്ട് അപ്പനെ അമ്മയും അവന് പറയുവാൻ അമ്മ നാണത്തിലുണ്ടാവും. എനിക്കതല്ല. അവൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറുപ്പാമിന്റെ മരുന്ന് അയച്ചു തരാമെന്ന്. അത് സത്യമാണോ? പ്രാർത്ഥന അപ്പൊ നമുക്ക് ചെറുപ്പക്കാരാവാമല്ലോ. എനിക്ക് അത് തന്നെ ആഗ്രഹം.
ആരോ വരുന്നുണ്ടല്ലോ. അയ്യോ, പതിനൊന്നക്കാരും അറിയാമ. അവരിവിടെ പതിനൊന്നും കൂടെ വരുക. നിങ്ങൾ ഇവിടെ മിണ്ടാതിരുന്നോളാം. പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. നീയും പരിചയം പോലെ അത്ര മോശമല്ല. നിങ്ങളത് വായിച്ചിരുന്നാൽ മാത്രം മതി. നീ എന്നോ ഇവിടെ വരുന്നവരല്ലേ? പിന്നെന്താ എനിക്ക് വിശേഷമായിട്ട്? അയ്യോ, ഞാനറിഞ്ഞ അടപ്പോ ഈ പിള്ളേരുടെ കാര്യങ്ങൾ പാവം സുശീല. അവർ അത്രയൊക്കെ പാവമൊന്നും അല്ല. അവർക്ക് അങ്ങനെ തന്നെ വരണം. ഇതെല്ലാം മിണ്ടാതിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സൈറ്റുകൾ ഇരിക്കുന്നില്ല. ഞാൻ മിണ്ടാത്ത നിങ്ങളെ ഭാഗ്യം. അപ്പൊ ഈ ചോദിക്കാൻ പോയാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. സിസ്റ്റർ, ഞാൻ പോവാറി. ഹലോ ഹലോ മോനെ. ഓക്കെ മോനെ, ഓക്കെ മോനെ, ശരി മോനെ, ഓക്കെ. അവ പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പാനല്ലേ മരുന്ന് അയച്ചു തരാന്ന്? അത് ഇന്ന് കൊണ്ടുവരൂടെ? ഇതാ നിങ്ങൾക്കുള്ള മരുന്ന്. ആഹാരത്തിന് ശേഷം ഒരു സ്പൂൺ മാത്രം കഴിക്കണം. നമുക്ക് കിട്ടിയേ ചെറുപ്പാനല്ല മരുന്ന്. വലിയ ആവേശം കാണിക്കണ്ട. ചുമച്ച് ചക്കാണ്. നേരത്തെ ആഹാരം കഴിക്കണം. നേരം ഇരിക്കാൻ മതിയായിരുന്നു. നിന്നൊന്ന് കളിക. നീയും കുടിക്കണേ. നമ്മൾ അവൾ ഉറങ്ങിയെന്നാ തോന്നുന്നത്. അവളെക്കാട്ടും 10 വയസ്സ് കൂടുതലുണ്ട് എനിക്ക്. അന്നേരം അവളെക്കാട്ടും ചെറുപ്പമാവണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ മരുന്ന് കൂടുതൽ കഴിക്കണം. അവള് മാത്രം അങ്ങനെ നല്ല ചെറുപ്പമാവണം. നല്ല ചെറുപ്പവേ, ഞാൻ നല്ല ചെറുപ്പവേ. ഞാനിവിടെ ഉണ്ട്. അയ്യോ മോനെ, നീ ഇത് ഞാൻ തന്നെ നിനക്ക് പറയുന്നത്. സംഭവിച്ചു. നിന്നേക്കാളും ചെറുപ്പമാവണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ മരുന്ന് കൂടുതൽ കഴിച്ചു. ഇതിപ്പോ ഇങ്ങനെ പോയി. നീ എന്താ ചെയ്യണം? മോന്റെ കല്യാണത്തിന് അപ്പനാണെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ കാണിക്കാൻ പറ്റുമോ? ഞാൻ എനിക്ക് പറ്റിയ ഒരാളെ തന്നെ കണ്ടുപിടിക്കാം. അതാണ് മാറ്റം. മാനസമൈലി വരൂ മധുരം തരൂ നിൻ
ആവശ്യം എനിക്കില്ല. കാര്യം നിങ്ങളാണ് ലൈഫ് ലോങ് ഈ മക്കളെ നോക്കുന്നതും അല്ലെങ്കിൽ ഇത്രയും ഡാൻസ് പഠിപ്പിച്ചതും. അപ്പോൾ അതിലൊരു പാർട്ടാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം ഫാദർ. ഞാനും അലോറ എന്നൊരു സ്ഥാപനം പ്രത്യേകമാണ് കൊല്ലത്ത്. അവിടെ എനിക്കൊരു 98 കുട്ടികളെ എത്തിച്ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. Thank you.